ഹലോ, എല്ലാവർക്കും ഓൾ മൂവി കണ്ടന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാട്ടാളൻ എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. കാട്ടാളൻ എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആവറേജ് ബിലോ ആവറേജിൽ നിൽക്കുന്ന ഒരു പടമാണ്. എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ചിലവർക്ക് ഇത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടാകും, ചിലവർക്ക് ഇത് മോശമായിട്ടുണ്ടാകും. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുമാതിരി എന്താ പറയുക, ഫുൾ ഇൻട്രോസാണ്. ഇൻട്രോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബീജിഎം, ഇൻട്രോ ബീജിഎം, നടന്ന ബീജിഎം, കിടന്ന ബീജിഎം, ഉറങ്ങിയ ബീജിഎം. ഭയം കൊണ്ട് സെൻറ്റിമെൻറ്റ്സിൽ മാത്രം ബീജിഎം ഇല്ലായിരുന്നു തോന്നുന്നു. ഇനി അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. എല്ലായിടത്തും ബീജിഎമ്മാണ്. ഫസ്റ്റ് ഹാഫ് അല്ലേ, പടം ഫുള്ളും ബീജിഎം തന്നെയാണ്. അങ്ങനെ പോകുന്ന പടത്തിൽ കുറച്ചെങ്കിലും ഒന്ന് കയറാൻ കുറച്ചെങ്കിലും ഒന്ന് രസമായി തോന്നുന്ന ആ 20 മിനിറ്റ് ഫസ്റ്റ് ഹാഫിൽ നമ്മളെ പുഷ്പയിലെ നമ്മളെ എന്താ പറയുക, സുനിലിൻ്റെ അളിയനായിട്ട് അഭിനയിച്ച ചങ്ങായിയാണ് ഇതിൽ സുനിലിൻ്റെ ചെറുപ്പാലം ചെയ്യുന്നത്. പക്ഷെ ചങ്ങായി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചങ്ങായിൻ്റെ ലുക്കും, ചങ്ങായി മറ്റേ കുറച്ച് വേട്ടയാണും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചങ്ങായി അടിപൊളിയായി നല്ല രസമായിട്ട് അത് അടിപൊളിയായിട്ട് ചങ്ങായി അഭിനയിച്ചിട്ടുണ്ട്. ചങ്ങായി അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിൽ അത് വലുതായി വന്നപ്പോൾ ഈ ചങ്ങായും സുനിലും തമ്മിലുള്ളത് ഒന്നും വലിയ ഇത് തോന്നുന്നില്ല, മാജിക് തോന്നുന്നില്ല. പക്ഷേ കുറച്ച് കഴിയും നമുക്ക് അതുകൊണ്ട് തന്നെ ഈ സുനിലാണ് ഈ ചങ്ങായി സുനിലായി മാറിയെന്നൊക്കെ മനസ്സിലാവാൻ. എനിക്കങ്ങനെ തോന്നുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നറിയില്ല. എന്തായാലും നല്ല രസമായിട്ട് സുനിലും ആ ചങ്ങായൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയി പിന്നെ പെപ്പോൻ്റെ ഇൻട്രോ ആയി. മറ്റേ മാർക്കോലെ പോലെ പെപ്പോയ്ക്ക് ഇൻട്രോ ഫൈറ്റ് ഉണ്ട്. എന്തിനാവോ എന്തോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു നാളെ വെച്ചായിരിക്കും. അത് കഴിഞ്ഞ് പെപ്പ ഇവിടെ വരുന്നു. പിന്നെ ഇത് അടുത്ത എന്ത് നടക്കുമെന്ന് ആർക്കറിയാത്ത KGF തന്നെ. അങ്ങനെ പോയി. പിന്നെ ഇൻ്റർവെല്ലിനൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞപ്പോൾ പടം തീർന്നു. എന്നുവെച്ചാൽ പടം കഴിഞ്ഞ് പോയിന്നൊക്കെ വിചാരിച്ച് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, കുഴപ്പമില്ല, ലാഗില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ബിങ്കോയും മേടിച്ചങ്ങ് കയറി. സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയാണ് കുറച്ചെങ്കിലും ഈ പടം ഫസ്റ്റ് ഹാഫ് ഒന്നുമല്ല, സെക്കൻഡ് ഹാഫാണ് കുറച്ചെങ്കിലും ഈ ആവറേജിലെങ്കിലും എത്താൻ കാരണം. ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് പിടിച്ചിരുത്തുന്നുണ്ട്, കുറച്ച് രസമായിട്ട് വരുന്നുണ്ട്. എന്താണ് തുടക്കം തന്നെ കുറച്ച് സീരിയസ് സീൻസ് ഉണ്ട്. പിന്നെ പെപ്പേൻ്റെ കുറച്ച് ഫൈറ്റും കുറച്ച് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക പിന്നെ കുറച്ച് സംഭവങ്ങളും കുറച്ച് ക്യാമിയോസൊക്കെ ആയിട്ട് സെക്കൻഡ് ഹാഫ് ഒരു അടിപൊളി ഗംഭീരമായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ ക്യാമിയോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും, അവർ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഒന്ന് മറ്റേ എന്താ പറയുക, ലോകേഷ് കനകരാജും ഉണ്ട്, പുത്രനും ഒക്കെ ഉണ്ട്. ഇങ്ങനെ വരും, എന്തെങ്കിലും പോകും, അത്ര തന്നെ. പിന്നെ മറ്റേ ഇസ്റ്ററുണ്ട്. ഇസ്റ്ററിൻ്റെ ആണ് വിറ്റ്. ഗെയിം കളിക്കുന്ന കുറേ പിള്ളേരെയും കൊണ്ട് വന്നാന്ന് തോന്നുന്നു. സംഭവം എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഇതിൽ കൊടുത്ത പൈസക്കുള്ള എല്ലാവരും ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കഥ ഇല്ലാതെ ഇത് ഒരുക്കി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മെയിനായിട്ടൊരു കഥ വേണം. ഇതേ സംഭവം തന്നെ മാർക്കേലുണ്ട്. കഥ ഇല്ലാത്തല്ല, അതിൽ ചില സാധനങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നു. പെട്ടെന്ന് എന്തായിരുന്നു, വീട്ടിൽ കയറി കൊല്ലുന്നു, പെട്ടെന്ന് പ്രതികാരം ചെയ്യാൻ പോകുന്നു. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. പക്ഷെ അത് മറികടക്കുന്ന നമ്മൾ ഉണ്ണീമൂന്തൻ്റെ സ്ലാഗും ആസനും പിന്നെ നമ്മളെ രവി ബസൂറിൻ്റെ ബീജമും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. പക്ഷേ ഇതേ സാധനം ഇതിൽ വന്നപ്പോൾ പെപ്പയ്ക്ക് ഇതൊന്നും ഇല്ലാന്നല്ല, പെപ്പയ്ക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ പടത്തിലേക്ക് വന്നപ്പോൾ പെപ്പയ്ക്ക് അത് തോന്നുന്നില്ല നമുക്ക്. ഞാൻ പറയുള്ളൂ, ഈ RDXൽ ആദ്യത്തെ കൈയടി ഞാൻ അടിക്കുന്നത് പെപ്പേൻ്റെ തുടക്കത്തിൽ ഒരു അടിയുണ്ട്, ഒരു കൈ മടക്കി അപ്പനെ തൊടുമ്പോൾ ആ സാധനത്തൊക്കെ രോമൊക്കെ പോണി കൈ അറിയാതെ അടിച്ചോ. അതേപോലത്തെ ഒന്നും ഒരു ഫൈറ്റ് ഇതിലില്ല. ഇതിലുള്ള ഫൈറ്റ് എല്ലാം നമ്മളിങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഒരേപോലത്തെ ഫൈറ്റ് തന്നെയാണ്. കണ്ടുകൊണ്ടിരിക്കാനും രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, വരുന്നില്ല. എന്തൊക്കെയോ പെപ്പേൻ്റെ ഒരു ഇത് വരുന്നില്ല. തുടക്കത്തിൽ ഇൻട്രോ ഫൈറ്റും അങ്ങനെ പോലെ ആ ഫൈറ്റിനൊക്കെ ഒരു പഞ്ച്, എന്താ ഒരു ഓറയൊക്കെ വേണം. പക്ഷെ അതൊന്നും വരുന്നില്ല, എന്താണെന്നറിയില്ല. പെപ്പേനെ കിട്ടേണ്ട ആരും അതിൽ കിട്ടിയാൽ പൊളിക്കുമെന്ന് എനിക്ക് തോന്നി. ഇത് പോയി, ഇതിലിപ്പോൾ നടക്കില്ല. പിന്നെ അവസാനം ഇനി എന്തോ യൂണിവേഴ്സോ അടുത്തൊരു എന്തോ ലോഡ് മാർക്ക് കൊള്ളാം. പക്ഷെ അതിന് മുമ്പ് ലോകേഷ് വന്നിട്ടുണ്ട്. ലോകേഷ് വന്നത് വരവൊക്കെ കൊള്ളായിരുന്നു. പിന്നെ എന്തൊക്കെയോ ആയിപ്പോയി, ഒന്നും പറയാനില്ല. പിന്നെ ഇതൊന്നും പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം അവർ തന്നെ എല്ലാ ക്യാമറേഴ്സിനെയും ഇപ്പം പൊട്ടൂണായതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാ ക്യാമറേഴ്സിനെയും പോസ്റ്റർ വെച്ച് ഇറക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളതിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം പോയി കാണാം. കാരണം ഒരു ലാഗുമില്ലാതെ അടി, ഇടി, കൊലപാതകം, വയലൻസ് എല്ലാം ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക കുറേ നേരം.
എന്തിനാണെന്ന് അറിഞ്ഞില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക. ഒരു സെൻറ്റിമെൻറ്റ് സീൻസൊക്കെ ഉണ്ട്, അതൊന്നും വർക്കാവില്ല ഉറപ്പാണ്. അതൊക്കെ വർക്കായവർക്ക് കുറച്ചും കൂടെ കൈയടിക്കാനുള്ളതുണ്ട്, നമുക്ക് വർക്കാവുന്നുണ്ട് അറിയില്ല. എന്തായാലും ഇങ്ങനെ വെറുതെ തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ആകെ ഉള്ളത് ഫസ്റ്റ് ഹാഫിനെക്കാട്ടിയും കൊള്ളാവുന്ന സെക്കൻഡ് ഹാഫാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഒന്ന് പോയി കാണുക. പിന്നെ ഇതിൽ ഞാൻ ഒരാളെ പറയാൻ വിട്ടതല്ല, പറയാനൊന്നുമില്ല, അതുകൊണ്ട് മാത്രമാണ്. നമ്മളകത്ത് എന്താ മാർക്കോലെ വില്ലനല്ലേ ലാസ്റ്റ് വരുന്നത്, ഈ എന്തായിരുന്നു എന്തോ സുയാസ് എന്താ അതിൻ്റെ മറന്നുപോയി. എന്തായാലും ചെങ്ങായിക്കൊന്നുമില്ല സത്യം പറയാലോ. കുറച്ച് കണ്ണിറുക്കി കാണിക്കുക, ഒന്ന് വന്ന് വെട്ടിക്കൊല്ലുക, അത്ര തന്നെ. മാർക്കോല് ചെങ്ങായിക്ക് കൊടുത്ത എൻ്റെ ബിൽഡപ്പും ഫേസും അതുപോലും ഇതിൽ കൊടുത്തിട്ടില്ല, കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളായാലും പൈസ ഉണ്ടോ, വെറുതെ അടി ഇടി വെടി എല്ലാം കാണണമെന്നുണ്ടോ, നേരെ വിട്ടോ തിയേറ്ററിൽ. എന്താ പറയുക, അതിനുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയി കാണുന്നവരേക്കും ബായ്.